സുഹൃത്തുക്കളെ, ഭയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് പരിഹാരം നമ്മൾ ആലോചിക്കും. നിർഭയ ജീവിതം, ഭയമില്ലാതെ ജീവിക്കുക, അതാണ് നമ്മുടെ മതപരമായ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ആ ഭയമില്ലായ്മ ഇവിടെ അത്രല്ല, പരലോകത്തും ഭയം ഉണ്ടാവരുത്, ഇവിടെയും ഭയം ഉണ്ടാകരുത്. അതുകൊണ്ട് നമ്മളൊരു മുസ്ലിമിനെ, യഥാർത്ഥ മുസ്ലിമിനെ നമ്മൾ എന്താ വിളിക്കുക? അൽ മുഅ്മിൻ എന്നാ വിളിക്കുക. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ നിർഭയൻ എന്നാണ്, പേടിയില്ലാത്തവൻ. വിശ്വാസിയാകുന്നതോടുകൂടെ അങ്ങനെ പേടിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വിശ്വാസത്തെ, നമ്മൾ വിശ്വസിച്ച കാര്യങ്ങളെ കുറിച്ച് നാം ആവർത്തിച്ച് ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പേടില്ലാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാതാക്കുക എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും സാധ്യമല്ലാത്ത ഒന്നാണ്. ലോകത്തെ പല പ്രതിഭാസങ്ങളും നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. ലോകത്തെന്തെങ്കിലും ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുമോ സുഹൃത്തുക്കളെ? നമ്മുടെ സ്വന്തം ജനിച്ച നാടിന്റെ പ്രശ്നങ്ങൾ, സുരക്ഷിതത്വ പ്രശ്നങ്ങൾ, അസ്തിത്വ പ്രശ്നങ്ങൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ പരിമിതികളില്ലേ? അതിനെല്ലാറ്റിനും പരിമിതികളുണ്ട്. രോഗമില്ലാതെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കും, ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യാം. എന്നാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഒരു രോഗവും വരൂലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കഴിവിൽ പെടാത്ത കുറെ കാര്യങ്ങളുണ്ട്, കുറച്ചൊക്കെ നമ്മുടെ പരിമിതിയിൽപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ വിചാരിക്കുന്നുവോ ഭയപ്പെടുന്നു അതൊക്കെ സംഭവിക്കും, ഒരു സംശയമല്ല. ഏറ്റവും അധികം പേടിക്കുന്നത് എന്താ? മരണല്ലേ. എന്തായാലും വരും, യാതൊരു സംശയമല്ല. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. നീ മരിക്കും, അവരെല്ലാവരും മരിക്കും. രോഗമുണ്ടെങ്കിലും മരിക്കും, രോഗമില്ലെങ്കിലും മരിക്കും, അപകടങ്ങൾ സംഭവിച്ചാലും മരിക്കും, ഇല്ലെങ്കിലും മരിക്കും. ജീവിതത്തിൽ എത്ര ആരോഗ്യത്തോടെ ജീവിച്ചാലും ഒരു സമയത്ത് മരണമെന്ന അനുഭവം ഇല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് പേടിച്ചിട്ട് കാര്യമുണ്ടോ? മരണത്തെ പേടിച്ചിട്ട് എന്ത് കാര്യം? അത് നേരത്തെ ആയാലും വൈകിയായാലും എല്ലാം മരണമാണോ നമുക്ക് പേടി? എങ്കിൽ അത് വരാനുള്ളത് തന്നെയാണ്. പിന്നെന്താണ് സുഹൃത്തുക്കളെ പേടി? ഈ ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുന്നതാണോ പേടി? എങ്കിൽ അതെല്ലാം നഷ്ടപ്പെടാനുള്ളത് തന്നെയാണ്, നഷ്ടപ്പെടാനുള്ളത് തന്നെയാണ്. ആധാരത്തിലെ, നിങ്ങൾ താമസിക്കുന്ന ഭൂമിയുടെ ആധാരത്തിലെ പേരിൽ നിന്ന് എന്റെയും നിങ്ങളുടെയും പേര് മക്കൾ നീക്കം ചെയ്യും. അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. ഈ ശരീരത്തിലെ ഒരാന്തരാവയവവും ഒരു ബാഹ്യാവയവവും തങ്ങി നിൽക്കാതെ മണ്ണുകൾ അതിനെ പൂർണ്ണമായി തിന്നു തീർക്കും. ഇതൊന്നും സംഭവിക്കാതിരിക്കും, ഇതൊക്കെ സംഭവിക്കും. നമ്മൾ എന്തൊക്കെ പേടിക്കുന്നുവോ അതൊക്കെ ഒരു സമയത്ത് ഇവിടെ സംഭവിക്കാനുള്ളത് തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെട്ട് ശാന്തമായി കിട്ടേണ്ട ഒരു ഉറക്കം എന്തിന് കളയണം സുഹൃത്തുക്കളെ? സ്വസ്ഥമായി കുടുംബത്തോടൊപ്പം ജീവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, ഇതൊക്കെ ആലോചിച്ചിരുന്ന് താടിക്ക് കൈകൊടുത്ത് ബേജാറായിരിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് നമ്മുടെ വിശ്വാസത്തെയും ദീനിനെയും ഒന്നുകൂടെ ആവർത്തിച്ച് മനസ്സിനെ ബോധ്യപ്പെടുത്തിയാൽ ഈ ഭയങ്ങളൊന്നും നമ്മൾ അടുക്കലേക്ക് വരൂല. ഈ ദുനിയാവാണോ നമ്മളെ ഭയപ്പെടുത്തുന്നെങ്കിൽ വദ്രിബ് ലഹും മസലൽ ഹായാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാഅ്. നിങ്ങൾ വലിയ കാര്യമായിട്ട് വിചാരിക്കേണ്ട ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അള്ളാഹ് പറയാണ്, ഒരു മഴ പെയ്തിട്ട് ആ മഴയത്ത് സമൃദ്ധമായി നിൽക്കുന്ന, ഫലങ്ങൾ കായ്ച്ചു നിൽക്കുന്ന, കൊടുങ്കാറ്റുകളിൽ ഇളകാതെ പിടിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളില്ലേ, മരങ്ങളില്ലേ, ചെടികളില്ലേ ഭൂമിയിൽ, അതുപോലെയാണ്. അതൊന്നും അങ്ങനെ ഉണ്ടാവൂ? ഇല്ല. അത് വെയിൽ വരും, ഉണങ്ങും, വെള്ളം പോകും, കരിയും. കാറ്റുകൾ അതിനെ പാറിപ്പിച്ച് തുരുമ്പായി പോയിക്കൊണ്ടിരിക്കും. നല്ല യുവത്വത്തിലും ജീവിത സൗഭാഗ്യത്തിലുമൊക്കെ ഇരിക്കുമ്പോ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും വിചാരിക്കും. ഇതൊക്കെ അതുപോലെ ദ്രവിച്ച് തുരുമ്പായി ജീവിതത്തിൽ ഒന്നും അവശേഷിക്കാതെ പോകാനുള്ളതാണ്. പിന്നെ എന്താ സുഹൃത്തുക്കളെ പരിഹാരം? ഒന്നും പേടിക്കേണ്ടതില്ലാത്തവർക്ക് ആർക്കറിയോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാക്കിൽ ഒതുക്കി പറഞ്ഞത്. ആ വാക്ക് നമ്മളിലുണ്ടോ? നമുക്കൊന്നും പേടിക്കാൻ. എന്താണ് ആ വാക്ക്? ഇസ്തിഖാമ. എന്താ ഇസ്തിഖാമത്ത്? നേരെ ചൊവ്വേ ജീവിക്കുക. ഇന്നുറപ്പുണ്ടോ എനിക്കും നിങ്ങൾക്കും ഇസ്തിഖാമത്തോടുകൂടെ അള്ളാഹുവിലേക്ക്, സ്വർഗത്തിലേക്കുള്ള ഒരു സിറാത്തുൽ മുസ്തഖീം ഉണ്ട്. ഐക്കണ് കേറിയിട്ട് അറിഞ്ഞിടത്തോളം ദീനീ വിവരങ്ങൾ വെച്ചുകൊണ്ട് പരമാവധി രഹസ്യത്തിലും പരസ്യത്തിലും മര്യാദയോടെ ജീവിക്കുന്നവന് ഈ ലോകത്തും പരലോകത്തും ഒന്നും പേടിക്കല്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്,
ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് തീർത്തു തരാൻ ഞങ്ങളുടെ റബ്ബുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും തുമ്മസ്തഖാമൂ, എന്നിട്ട് നേരെ ചൊവ്വേ ജീവിക്കുക. ഇസ്തിഖാമത്തോടുകൂടെ ജീവിക്കുകയും ചെയ്താൽ അവനൊന്നും പേടിക്കല്ല. എന്താ ഇസ്തിഖാമത്ത്? ഇബ്നു റജബ് റഹ്മഹുല്ല പറഞ്ഞു, വൽ ഇസ്തിഖാമ ഹിയ സുലൂഖുസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം ഫാത്തിഹയിൽ ഓതല്ലേ സിറാത്തുൽ മുസ്തഖീം, ഐക്കണ്ട് കേറുക. വഹിയ ദീനുൽ ഖയ്യിം മിൻ ഗൈരി തഅരീജിൻ അൻഹു യുംനതൻ വലാ യുസ്റതൻ. ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും തിരിഞ്ഞു നോക്കാതെ നമ്മൾ ദീനിന്ന് എന്താണോ പഠിച്ച് മനസ്സിലാക്കിയത് അത് വിട്ടുവീഴ്ചയില്ലാതെ കൊണ്ടു നടക്കുക. എല്ലാം അതിൽപ്പെടും. നിസ്കരിക്കുമ്പോ നേരെ നിസ്കരിക്കുക, പരലോകത്ത് കൂലി കിട്ടണ പോലെ നിസ്കരിക്കുക. സ്വഭാവ സംസ്കാരങ്ങളിൽ റസൂലുള്ളയുടെ മാതൃകകളെ സ്വീകരിക്കുക. ദിക്റുകളും ദുആകളും എല്ലാം നിർവഹിക്കുക. എന്തൊക്കെയാണോ നമ്മളോട് ജീവിതത്തിൽ പറഞ്ഞ കൽപ്പനകളും വിരോധങ്ങളും അതെല്ലാം അത്തമസ്സുകു ബിദ്ദീൻ കുല്ല, ദീൻ മുഴുവനും സ്വീകരിക്കുക, എല്ലാം പൂർണ്ണമായി സ്വീകരിക്കുക. എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കാനാണ്. പിന്നെ അബി അംർ റളിയല്ലാഹു അൻഹു, അബി അമ്രത്ത് സുഫിയാൻ ഇബ്നു അബ്ദുല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വന്നിട്ട് റസൂലുള്ളയോട് പറഞ്ഞു, പ്രവാചകരോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, എനിക്കൊരു വാക്ക്, ഇസ്ലാം എന്നൊരു വാക്ക് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചാണ്. ആ വാക്ക് സമ്പൂർണമായിരിക്കണം. ലാ അസ്അലു അൻഹു അഹദൻ ഗൈറഹു, മറ്റൊരാളോട് ചോദിക്കേണ്ടി വരാത്ത സമ്പൂർണമായ ഒരു വാക്ക്, എനിക്കെപ്പോഴും ആലോചിക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരാശയം. നബി പറഞ്ഞു, കുൽ ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയാം, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയാം. തുമ്മസ്തഖിം, പിന്നെ നേരെ ചൊവ്വേണ് ജീവിച്ചാൽ മതി. എന്തൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ ശരികളുള്ളത്, ദീനുള്ളത്, അതനുസരിച്ച് ജീവിച്ചാൽ മതി എന്നാണ്. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഫൽ ഇസ്തിഖാമ കലിമത്തുൻ ജാമിഅ, ആ പദത്തിൽ എല്ലാമുണ്ട്. ആഖിദത്തുൻ ബിമജാമിഇദ്ദീൻ, ദീനിനെ മുഴുവനായി സമ്മേളിപ്പിക്കുന്ന ഒരു പദമാകുന്നു അത്. അള്ളാഹുവിനെ ഭയപ്പെട്ട് സത്യസന്ധമായ ഒരു മുസ്ലിമായി ജീവിക്കുക. സുഹൃത്തുക്കളെ, എന്താ ഈ ലോകത്ത് പേടിക്കാനുള്ള? ഒന്നും പേടിക്കാനില്ല. ഇതേ ആശയം നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്കാഫിലും പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ റബ്ബ് അല്ലാഹ് പ്രഖ്യാപിച്ച് ഇസ്തിഖാമത്തോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ അവനൊന്നും പേടിക്കാനില്ല, ഒന്നും ഭയപ്പെടാനുമില്ല. അടുത്ത ആയത്ത് എന്താ? ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ സ്വർഗ്ഗക്കാരാണ്, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് സ്വർഗം കിട്ടുന്നതാണ്. സുഹൃത്തുക്കളെ, എല്ലാറ്റിന്റെയും പരിഹാരമായിട്ട് ഖുർആൻ പറയുന്നത് ഇസ്തിഖാമത്താണ്. ഇപ്പൊ എവിടെങ്കിലുമൊക്കെ നമ്മൾക്ക് പറ്റുന്ന നമ്മുടെ ദേഹേച്ഛകളോ അല്ലെങ്കിൽ ശൈത്താനോ ജീവിത സാഹചര്യങ്ങളോ ഭൗതികതയുള്ള ആർത്തികളോ ഒക്കെ നമ്മുടെ റൂട്ട് തെറ്റിക്കും. ആ റൂട്ട് തെറ്റിക്കുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, നമ്മൾ അപകടത്തിലേക്ക് നീങ്ങുന്നത്, നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നതൊക്കെ പലപ്പോഴും അപ്പോഴാണ്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, വഅല്ലവിസ്തഖാമൂ അലത്ത്വരീഖ വഅല്ലവിസ്തഖാമൂ അലത്ത്വരീഖ, ശരിയായ മാർഗത്തിൽ അവർ നേരെ ചൊവ്വേ നിലനിന്നിരുന്നുവെങ്കിൽ ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ, സമൃദ്ധമായ വെള്ളം, ജീവിത വിഭവങ്ങൾ അവർക്ക് നൽകും. ഒന്നും പേടിക്കേണ്ട. നേരെ ചൊവ്വെ ജീവിച്ചാൽ അള്ളാഹു ഭൂമിയിൽ നമുക്ക് കഴിഞ്ഞുകൂടാനുള്ള ഏർപ്പാടുകൾ ആക്കിത്തരുമെന്നാണ്. ഇതേ പദം അള്ളാഹു വീണ്ടും ഉപയോഗിക്കുന്നു. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. സൂക്ഷ്മതയോടുകൂടെ തഖ്വയോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബർക്കത്തുകളുടെ വാതിലുകൾ അത് തുറന്നു കൊടുക്കും. ഒന്നായിട്ട് അനുഗ്രഹങ്ങൾ ഒഴുകി വരാൻ തുടങ്ങുന്നതാണ്. അത് അള്ളാഹു തരുന്ന വാഗ്ദത്തമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു ആത്മപരിശോധന അതാണ്. നമ്മളൊക്കെ അറിവില്ലാത്തവരാണ്, അറിവ് കുറഞ്ഞവരാണ്. പക്ഷെ ഉള്ള അറിവിനനുസരിച്ചുകൊണ്ട് ഇസ്തിഖാമത്തോടുകൂടെ എവിടെ പിഴവ് പറ്റിയോ അത് തിരുത്തി ജീവിക്കുക എന്നല്ലാതെ വെറുതെ പേടിച്ച് ഉറങ്ങാതിരുന്നിട്ടോ അസുഖങ്ങൾ വരുത്തിയിട്ടോ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടോ അറ്റാക്ക് വരുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. സമാധാനമായിട്ട് നമ്മൾ ജീവിക്കുക. ഇനി വരാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ വരാനുള്ളത് തന്നെയാണ്. പറഞ്ഞല്ലോ, രോഗം വന്നാൽ എന്താ? മരിക്കുക ചെയ്യുക, അല്ലെങ്കിൽ മരിക്കൂലേ സുഹൃത്തുക്കളെ? അപകടം പറ്റിയാൽ എന്താ ഉണ്ടാവുക? മരിക്കുക ചെയ്യുക, അല്ലെങ്കിൽ മരിക്കൂലേ? മരിക്കും, യാതൊരു സംശയക്കാര്യത്തിലില്ല. ഈ സ്വത്തും സമ്പത്തും പോകുമെന്നാണോ പേടി? ഇതൊന്നും നമ്മളെത്ത് നിൽക്കൂല. ഒക്കെ
പിന്നിക്കിട്ടിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകേണ്ടി വരും, വന്ന പോലെ പോകേണ്ടി വരുന്നതാണ്. അപ്പൊ അത്ര ഉറപ്പ് അള്ളാഹു നമുക്ക് തരുമ്പോൾ വെറുതെ നഷ്ടപ്പെടാനുള്ള ഭൗതിക ജീവിതത്തിലെ നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ആയുസ് കുറക്കുന്നതിനേക്കാളും ജീവിതത്തെ ബുദ്ധിമുട്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇതൊക്കെ വിശ്വസിച്ച്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ദീനിന്റെ പ്രബോധനം എന്ന് പറഞ്ഞാൽ ആളുകളിൽ നിർഭയത്വം സൃഷ്ടിക്കലാണ്. ദീൻ ഉൾക്കൊള്ളുമ്പോൾ നമുക്കുണ്ടാവുക ഭയം നീങ്ങിപ്പോവുക ചെയ്യുക.